ജോർജിയയുടെ പഴയ തലസ്ഥാനമായിരുന്ന കുത്തേസിയിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ ദൂരെയാണ് മാർത്തവിളി കാന്യൺ. വളരെയധികം വിനോദസഞ്ചാരികൾ വരുന്ന മാർത്തവിളി കാന്യണിലേക്ക് സ്വാഗതം. ജൂലൈ ആഗസ്റ്റ് മാസങ്ങൾ ഏകദേശം നമ്മുടെ നാട്ടിലെ പോലെ തന്നെയുള്ള കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഇടയ്ക്കിടയ്ക്ക് മഴയും ഒക്കെ ഉള്ളത് കാരണം ധാരാളം വെള്ളവും നല്ല പച്ചപ്പുമാണ്. പൊതുവേ അല്പം ചൂടുണ്ടെങ്കിലും ആ സമയത്ത് ഇവിടെ വരുമ്പോൾ അധികം ചൂട് അനുഭവപ്പെടാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വശങ്ങളിലും ഇങ്ങനത്തെ മലകളുള്ളത് കാരണം വെയിൽ ഉച്ചയിൽ വന്നാൽ മാത്രമേ അടിക്കുകയുള്ളൂ. ആ അവസരത്തിൽ പോലും ഒരുപാട് മരച്ചിലുകൾ മുകളിലുണ്ട്. ഈ കാന്യണിലൂടെ ഒഴുകുന്ന നദിയുടെ പേരാണ് അബാഷ്. ഏകദേശം 300-400 മീറ്ററോളം ഈ കാന്യണിലൂടെയുള്ള ബോട്ട് യാത്ര സാധ്യമാണ്. ഇവിടുത്തെ ബോട്ട് യാത്ര അവിസ്മരണീയമാകുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. പ്രത്യേകിച്ചും രാവിലത്തെയും വൈകുന്നേരത്തെയും. രാവിലെകളിലും വൈകുന്നേരങ്ങളിലും ഇവിടെ അന്തരീക്ഷത്തിൽ ചെറിയ ഈർപ്പത്തിൻ്റെ അംശമുള്ളത് കാരണം നമുക്കൊരു മൂടൽമഞ്ഞ് ഉള്ള ഒരു പ്രതീതി കിട്ടും. മറ്റൊരു കാര്യം, വലിയ ചൂട് അനുഭവപ്പെടില്ല എന്നുള്ളത് തന്നെ. പോരാത്തതിന് രണ്ട് ഭാഗത്തുമുള്ള മലകളിലൂടെ ഒരുപാട് ചെറിയ അരുവികളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെയുണ്ട്. അവ ഇങ്ങനെ ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് പതിക്കുമ്പം ഒരു മിസ്റ്റ് സ്പ്രേ ചെയ്യുന്ന അനുഭവമാണ് ഉണ്ടാവുന്നത്. ഇവിടെ ബോട്ട് യാത്രയ്ക്ക് നമ്മൾ പ്രത്യേകം പൈസ കൊടുക്കേണ്ടതുണ്ട്. 20 ജോർജിയൻ ലാറി, ഏകദേശം 700ഓളം ഇന്ത്യൻ രൂപയാകും. പക്ഷേ ഇത് ഒരു അവിസ്മരണീയമായ ഒരു അനുഭവമാകും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. പ്രത്യേകിച്ചും ഈ ബോട്ട് യാത്ര. പച്ചപ്പ് നിറഞ്ഞ കുന്നിൻ ചെരുവുകളും ടർക്കോയിസ് നിറത്തിലുള്ള വെള്ളവും മൂടൽമഞ്ഞ് പോലുള്ള അന്തരീക്ഷവുമൊക്കെ ഇവിടുത്തെ ബോട്ട് യാത്രയെ മനോഹരമാക്കുന്നു. അനുഭവിച്ചാൽ മാത്രമേ നമുക്കത് പറയാൻ സാധിക്കൂ. ഒരുതരം അനിർവചനീയം എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു അനുഭവമാണത്. ഇതുകൂടാതെ ഇവിടെ ഒരു ചെറിയ ഹൈക്കിംഗ് ട്രെയിലുണ്ട്. മറ്റനേകം ചെറുതും വലുതുമായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളും കാണാൻ പറ്റും. ഈ അടുത്ത കാലത്തായിട്ട് ഇവിടെ കാന്യണിൻ്റെ മുകളിലൂടെ ഏകദേശം 700-800 മീറ്റർ ദൂരം സിപ്പ് ലൈനിങ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്.